ചിത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാരറ എന്ന സ്ഥലത്ത് ഒരു സുജിൻ എന്ന് പറയുന്ന 31 വയസ്സുള്ള ആൾ പരിക്ക് പറ്റി മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് 5 പേരെ നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ 4 പേര് പ്രായപൂർത്തിയായവരും ഒരാൾ ജുവനൈലുമാണ്. ഇവർ നേരത്തെയും ചെറിയ കാറ്റഗറി കേസുകളിലൊക്കെയുള്ള ആൻറ്റി സോഷ്യൽ അലവൻസ് ഒക്കെ ഉള്ള ആളുകളാണ്. ഈ 1 മാസം മുമ്പ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ, ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയാണ്, സുജിൻ സെക്രട്ടറിയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളായിട്ട് പറയുന്ന ആളുകൾ ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും മദ്യപിച്ച് ചോദ്യം ചെയ്യുകയും അവരെ വിലക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിരോധം അവർക്ക് നേരത്തെ ഉണ്ട്. അങ്ങനെ ഇന്നലെ ഒരു 10 മണിയോടുകൂടി ഈ സുജിനും അനന്തവും അവരുടെ കൂട്ടുകാരുമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന, കരടയിലേക്ക് പോകുന്ന വഴിയിൽ നിൽക്കുമ്പോൾ ഈ പ്രതികൾ 2 പേര് വരികയും ഇവരുമായിട്ട് സംസാരം ഉണ്ടാവുകയും അങ്ങനെ ചീത്തവിളിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ട് ഇവരുടെ കൂടുതലുള്ള 3 പേരെയും കൂടെ കൂട്ടി ഈ കത്തിയുമായിട്ട് വന്ന് ഇവർ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. സുജിൻ ഏകദേശം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മാരകമായി പരിക്കേറ്റു. അയാളെ കടയ്ക്കൽ ആശുപത്രിയിൽ തുടർന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ മരണം, 10:30 മരണം സ്ഥിരീകരിച്ചു. ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള നടപടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പ്രതികളെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും. ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് വൈകിട്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റേ കേസിൻ്റെ അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ട്. ഇവരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മാത്രമല്ല, പോലീസ് മാത്രമല്ല, നാട്ടുകാരും രാത്രി 10:30 ഈ സംഭവം 10 മണിയോടെയാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കാട് പിടിച്ച പ്രദേശവും തൊട്ടടുത്ത് വനപ്രദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ടെറൈൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നാട്ടുകാർ നമ്മളോടൊപ്പം തന്നെ ഈ പ്രതികളെ അന്വേഷിക്കുന്നതിനും തെളിയുന്നതിനും വേണ്ടി ഇറങ്ങി. നാട്ടുകാരുടെയും പോലീസിൻ്റെയും സംയുക്തമായ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇന്നലെ തന്നെ രാവിലെയോടുകൂടി എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് കഴിഞ്ഞു.